ഇവിടുത്തെ ലൈനിനും മെയിൻ സ്വിച്ചിനും പുറത്തെ പോസ്റ്റിനും എന്തോ കംപ്ലൈന്റ് ഉണ്ട്. കണ്ടോ, അറിയാവുന്നവർ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെലവില്ലാതെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? இங்க ஏதாவது சாதனம் கேடானா நீங்க இருக்கீங்கல்ல. ആ ടെസ്റ്റ് എടുത്തിട്ട് വാ. ഇങ്ങനെ ചുമ്മാ മോട്ടിവേഷൻ കൊടുക്കരുത്. നീ പോയാ അയൺ ബോക്സ് എടുത്തിട്ട് വാ. എടാ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് പുറത്തു കൊണ്ടേ കൊടുക്കാവുന്ന. ഞാൻ റെഡിയാക്കി തരാതെ. ലച്ചുവിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിചാരിച്ച ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ എപ്പിസോഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. സിദ്ധു ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ലച്ചുവിന് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യുന്നോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് സിദ്ധു മറന്നുപോയതിനു ശേഷം പിന്നെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു എപ്പിസോഡ് നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും സിദ്ധു ഇല്ലാത്ത കാരണം ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡല്ല. പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട്. ഇപ്പം കുഴിപ്പുളത്ത് അച്ഛനും അമ്മയും വന്നതിന് ശേഷം അത്യാവശ്യം നല്ല കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മുടെ തട്ടിമുട്ടിലെ സഹദേവനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് സഹദേവൻ്റെ കുറേ കോമഡിയും പരിപാടി അത് തട്ടിമുട്ടിയും മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഉപ്പുമുളകിൽ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിദ്ധുവിൻ്റെ ഒരു എൻട്രിയും കൂടെയാണ് വേണ്ടത്. സിദ്ധു അളിയനും കൂടെ വന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു സിദ്ധുവിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടാവും, അല്ലെങ്കിൽ അളിയാന്ന് വിളിച്ചുകൊണ്ടൊരു വരവ് കേശിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. സിദ്ധുവിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രൊമോയിലും എപ്പിസോഡ് ഇറങ്ങുന്ന ഫ്ലവേഴ്സിൻ്റെ ചാനലിലും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സിദ്ധുവിൻ്റെ